എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച വേദനയും ദുഃഖവും അവസാനിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പിങ്ക് പുഷ്പം പല തെരഞ്ഞെടുത്തുള്ള റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിക്കടിയുള്ള പ്രതിസന്ധികൾ, അടിക്കടിയുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങളെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിയിട്ടുണ്ട്. കാരണം എനിക്കെന്താണ് എന്നും പ്രതിസന്ധികൾ, ഞാൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു മോചനമില്ല, എന്നെന്നും എനിക്ക് മാത്രം എന്താണ് ദുഃഖം. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും നല്ല വാക്ക് പറയുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ചത് ചില ദുഃഖങ്ങളായിരുന്നു. നിങ്ങൾക്ക് ആ കാര്യത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. എന്താണ് എനിക്കിങ്ങനെ ഒരു ദുഃഖം ഉണ്ടായത്? പക്ഷേ അതേക്കുറിച്ച് ആലോചിക്കാനില്ല. നിങ്ങൾക്ക് കാര്യം ദുഃഖവും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഓരോ സമയത്തും അതിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റി നൽകുന്നുണ്ട്. ആ ശക്തി നൽകുന്ന ആ എനർജിയും ഊർജവും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നുണ്ട്. കാര്യം പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. നാളെ എന്തെന്ന്, അല്ലെങ്കിൽ തൊട്ട് ശേഷം എനിക്ക് എന്ത് സംഭവിക്കുമെന്നോ തൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയാറില്ല. പക്ഷേ ആ സമയം വരെ, ഒരു കാര്യം നേടുന്ന സമയം വരെ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതുവരെ നിങ്ങളുടെ പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു പ്രതിസന്ധി അത് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ ആ സമയത്ത് അത് മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുവരെ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരാം, ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരാം, പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരാം. പക്ഷേ ആ കൃത്യസമയത്ത് അവയെല്ലാം മാറി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കുന്നുണ്ട്. അത് ഇനിയും നിങ്ങൾക്ക് ലഭിക്കും. അത് ഒരുപക്ഷെ അത്ഭുതമാണ്. അതുവരെയും എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം, അതുവരെ എല്ലാം തരണം ചെയ്തുകൊണ്ട്, അതായത് ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കിട്ടുന്നത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന അനുഗ്രഹമാണ്. ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് നാളെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം, അത് നിങ്ങൾക്ക് മാത്രം സർവശക്തൻ നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അത് ഇനിയും ഉണ്ടാകും. ഇപ്പോഴും എപ്പോഴും പ്രതിസന്ധികളുണ്ടായിരുന്നു. അവയെ തരണം ചെയ്ത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുമ്പോഴും ചില കാര്യങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ദുഃഖമായിട്ട് ഇരിക്കുന്നുണ്ടാവാം. ഞാനെങ്ങനെ ആ പ്രതിസന്ധിയെ മറികടക്കും, ഞാനെങ്ങനെ ആ പ്രതിസന്ധി ഇല്ലാതാക്കും, അങ്ങനെയുള്ള സംശയങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും. പക്ഷേ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി നിങ്ങൾക്ക് ഈശ്വരൻ നൽകും. ആ ശക്തി ഇനിയും ലഭിക്കും. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രചോദനമാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ശക്തി നൽകുന്ന, ആ പോസിറ്റീവ് എനർജി നൽകുന്ന ആത്മവിശ്വാസമാണ്. നിങ്ങളെ അറിയാകുന്ന ഒരു ശക്തി, നിങ്ങളുടെ മനസ്സിലെ വേദനകളെല്ലാം അറിയുന്ന ഒരു വ്യക്തി, ഒരു ശക്തി. ആ ശക്തിയുടെ പ്രവർത്തനം കൊണ്ട്, ആ ശക്തി നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം കൊണ്ട് നിങ്ങൾ എല്ലാ പ്രതിസന്ധിയെയും എന്നത്തെയും പോലെ തരണം ചെയ്യും. പ്രതിസന്ധികൾ നിങ്ങൾക്ക് കൂടുതൽ ഊർജമായിട്ട് മാറും. എല്ലാ ദുഃഖങ്ങളും ഉടൻ മാറും. പ്രതിസന്ധികൾ നിങ്ങളെ ഇനി ഭയപ്പെടുത്താൻ പോലും വരില്ല. നിങ്ങൾക്ക് നന്മ, നിങ്ങൾക്ക് മുന്നേറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചത് നേടുക, ആ ലെവലിലേക്ക് നിങ്ങളെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നും ചിരിച്ചു നിൽക്കാനുള്ള ഒരു മഹാസൗഭാഗ്യം, എന്നും കൂളായിട്ട് നിൽക്കാനുള്ള ഒരു മഹാസൗഭാഗ്യം നിങ്ങൾക്ക് ഈശ്വരൻ നൽകുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ പൈല് എന്ന് പറയുന്നത് വളരെ അധികം പ്രാധാന്യമുള്ളൊരു പുഷ്പമാണ്. സൂര്യകാന്തി പുഷ്പമാണ്. ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നു ഈ വേദനകൾ. നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി
നിങ്ങളുടെ ജീവിതം മാറ്റിവെച്ചപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സുഖവും സന്തോഷവും ഒക്കെ മാറ്റി അവരുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. സദാസമയവും അവർക്ക് വേണ്ടിയായിരുന്നു നിങ്ങളുടെ ജീവിതം. ഒരുപാട് സംഭവവികാസങ്ങളുണ്ടായി, ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. പക്ഷെ അവയിലൊന്നും നിങ്ങളെക്കുറിച്ചല്ല ആലോചിച്ചത്. ആ വ്യക്തിയെക്കുറിച്ചാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി ജീവിച്ചു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. പക്ഷേ അത് നിങ്ങൾക്ക് എന്താണ് തിരിച്ചു നൽകിയെന്ന് ചോദിച്ചാൽ, തിരിച്ചു നൽകിയത് എപ്പോഴും പ്രതിസന്ധികൾ മാത്രമായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു ജീവിതത്തിൽ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്തുകൊണ്ട്, അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോയി. എന്നും പ്രതിസന്ധികൾ നിങ്ങളെ വലയം ചെയ്തിരുന്നു, എന്നും പ്രശ്നങ്ങൾ നിങ്ങളെ വലയം ചെയ്തിരുന്നു. എങ്ങനെ ഓരോ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പോലുള്ള സംശയം നിങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരുപാട് റിസ്ക്കുകൾ ജീവിതത്തിൽ നിങ്ങളെടുത്തു. എന്നെന്നും ആ റിസ്ക്കുകൾ എടുക്കുന്നതിന് നിങ്ങൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ച എല്ലാ നന്മയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷെ അവർ തിരിച്ച് നിങ്ങളോട് ചെയ്തത് അറിഞ്ഞോ അറിയാതെ ആവട്ടെ നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളുമായിരുന്നു. അത് കേട്ടപ്പോഴും അറിഞ്ഞപ്പോഴും നിങ്ങൾക്ക് ദുഃഖമുണ്ടായി. എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ഇവർ പെരുമാറി? ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രവർത്തിച്ചത്, ഞാൻ എനിക്ക് വേണ്ടിയല്ല നിലകൊണ്ടത്. പക്ഷെ എന്നിട്ടും എന്നോട് എന്തുകൊണ്ട് ഇവരിങ്ങനെ പെരുമാറി എന്നുള്ളൊരു ദുഃഖം നിങ്ങളുടെ മനസ്സിലെപ്പോഴും നിഴലിച്ചു നിന്നിരുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ തരണം ചെയ്താണ് നിങ്ങൾ ജീവിച്ചത്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിന്നു. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. നിങ്ങൾ നിലപാടെടുത്തതും നിലനിന്നതും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയായിരുന്നു. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് നഷ്ടങ്ങളുണ്ടായത്, ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് മനോവിഷമങ്ങളുണ്ടായത്. നിങ്ങൾക്കായിട്ട് ഒന്നും ലഭിക്കാൻ നിങ്ങൾ കാത്തു നിന്നിട്ടില്ല. പക്ഷേ ആ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ മനസ്സിലാക്കിയില്ല. അവർക്ക് തെറ്റിദ്ധാരണകളായിരുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ടതും നിലപാടെടുത്തതും എന്തിനായിരുന്നു എന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. അവർ കേവലം അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുകയായിരുന്നു. നിങ്ങളനുഭവിച്ച ദുഃഖത്തെക്കുറിച്ചോ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിനെക്കുറിച്ചോ ഒന്നും അവർക്ക് ചിന്തിച്ചില്ല. അവർക്കത് ചിന്തിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അവർ നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ പോകുന്നു. നിങ്ങളുടെ മനോവിഷമങ്ങൾ മാറാൻ പോകുന്നു. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും നേടാനുണ്ടായിരുന്നില്ല. അവർ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പോകുന്നു. അങ്ങനെ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.